അന്നും ഇന്നും ഒരൊറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ സ്വരാജ്. അന്നും ഇന്നും ഒരൊറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ വർഗീയ കക്ഷികൾ എന്ന് പറയുന്നത് മനുഷ്യരായി ഞങ്ങൾ കണക്കാക്കുന്നില്ല, വർഗീയത പറയുന്ന മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കുന്നില്ല, ഞങ്ങൾക്ക് നല്ല മനുഷ്യരുടെ വോട്ട് മതി എന്ന് പറയുമ്പോൾ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരാൾ. എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പൊതുവിൽ നമ്മൾ പറയാറുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഒരു വർഗീയവാദിയെ ഒരു മനുഷ്യനായി തന്നെ ഞങ്ങൾ കണക്കാക്കുന്നില്ല, ഞാൻ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന് ഒരു ഇടതുപക്ഷ നേതാവ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യസ്നേഹവും മനുഷ്യത്വവും മാനവികതയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണമെന്നാണ്. എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പൊതുവിൽ നമ്മൾ പറയാറുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഒരു വർഗീയവാദിയെ ഒരു മനുഷ്യനായി തന്നെ ഞങ്ങൾ കണക്കാക്കുന്നില്ല, ഞാൻ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന് ഒരു ഇടതുപക്ഷ നേതാവ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യസ്നേഹവും മനുഷ്യത്വവും മാനവികതയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണമെന്നാണ്. അപ്പോൾ എല്ലാ വർഗീയവാദികളോടുമുള്ള അഭ്യർത്ഥന, നിങ്ങൾ ആ വർഗീയതയുടെ വിഷാംശത്തിൽ നിന്ന് വിമുക്തരായി നല്ല മനുഷ്യരായി മതനിരപേക്ഷ ചേരിയിലേക്ക് കടന്നു വരിക എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു സന്തോഷം ഒന്ന് ഞാൻ പറഞ്ഞു, ഇടതുപക്ഷം മുൻപോട്ട് വെച്ച ഒരു രാഷ്ട്രീയ നിലപാട്, അതിൽ നിന്ന് കടുകുമണി വ്യതിചലിക്കാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരെയും മുൻപോട്ട് പോകാൻ കഴിഞ്ഞു. ഞങ്ങൾ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ജനങ്ങളുമായി ചർച്ച ചെയ്തത്. ഞങ്ങളെ എതിർക്കുന്നവർ ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദങ്ങളുടെ പുറകെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഏതെങ്കിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതുമില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ പോകേണ്ടതായി വന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്തും പറയുന്നു, ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിന്റെ പേരിൽ ഇനിയും എത്ര പരാജയപ്പെട്ടാലും നിലപാട് അത് തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. ശരിയായ നിലപാടുകൾ എല്ലായ്പ്പോഴും അംഗീകരിക്കപ്പെട്ടു എന്ന് വരില്ല. അത് കരുതി ശരിയായ നിലപാടുകളെ കൈയൊഴിയാൻ നമുക്ക് പറ്റില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വിലയിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചാലും ജനങ്ങൾക്കും നാടിനും വേണ്ടിയുള്ള സമരം തുടരും. ഞങ്ങളിപ്പോൾ തോറ്റാലും ആ സമരം ഞങ്ങൾ തുടരും, അത്രയേ ഉള്ളൂ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നൊരു സമയമാണല്ലോ. വന്ന സമയത്ത് സാധാരണഗതിയിൽ വിജയിക്കുന്ന ആളെ അഭിനന്ദിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുജനാധിപത്യ മര്യാദ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ആദ്യത്തെ പ്രതികരണം തന്നെയാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തിന് മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു.